നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. ഏവർക്കും ഗുരുവായൂർ ഏകാദശി ദിനാശംസകൾ. ഏകാദശി പ്രമാണിച്ചിട്ട് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഗോതമ്പിൻ്റെ പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട്. ഏകാദശി വ്രതം ആചരിക്കുമ്പോൾ നമ്മൾ പുഴുക്കാണല്ലോ മെയിനായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ട് കഞ്ഞി അങ്ങനെയൊക്കെയാണല്ലേ കഴിക്കുക. അപ്പോൾ നമുക്ക് വേഗം പുഴുക്കുണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഗുരുവായൂർക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഗുരുവായൂർ അമ്പലത്തിലെ കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം. നമുക്ക് ഏകാദശിക്ക് ഒരു പുഴുക്കുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നേന്ത്രക്കായ, കൊള്ളിക്കിഴങ്ങ്, പൊടിക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും, കാവത്ത്, ചേന, മത്തങ്ങ, കൂർക്ക, ചെറിയ ചേമ്പ്, വലിയ ചേമ്പോ ചെറിയ ചേമ്പോ ചേർക്കാം, മുതിര, ചെറുപയറ്, പയറ്, ഇതെല്ലാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കഴുകി കഷ്ണങ്ങളാക്കി നമുക്കിതൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. അപ്പം ഞാൻ എല്ലാം കഴുകിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ടോ. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഒരെണ്ണം, അതിപ്പോൾ തന്നെ നുറുക്കിയിടാല്ലേ, നുറുക്കിയിട്ടു. ഇതിൽ ഞാൻ കഴുകി വെച്ചിട്ടുള്ളത് പയറ്, ചെറുപയറ്, മുതിര. പിന്നെ ഇത് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഒരു അര മുറി തേങ്ങ, 2 പച്ചമുളക്, കറിവേപ്പില, ജീരകം, ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പുഴുക്കായ കാരണം ഏകാദശിക്ക് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഒന്നും കൂട്ടില്ല കേട്ടോ. അത് കാരണം ഉള്ളി ഇതിൽ ചേർക്കണ്ട. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കണ്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ചിട്ട് വേവിക്കാം. അതാണല്ലോ പുഴുക്ക് എന്ന് പറയണത്. എല്ലാം ഒരുമിച്ചിട്ട് പുഴുങ്ങുകയെന്ന്. ഇത് വളരെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്തായാലും ഒരു 2 സ്പൂണ് മുളക് പൊടി വേണം. മഞ്ഞൾപ്പൊടി ഇത്ര മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. എല്ലാം കൂടി ഒരുമിച്ചാണ്ട് വേവിക്കാം. ചിലവർ ഓരോ സാധനവും സെപ്പറേറ്റ് വേവിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ പെട്ടെന്ന് വേവണ സാധനം. കാവത്തും കൊള്ളിയൊക്കെ പെട്ടെന്ന് വേവും. ഇതിൽ ഞാൻ ഈ ഒരു കപ്പ് കൊണ്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 വിസിൽ ആക്കാം. ഇനി നമുക്കിത് ഒരു 6-7 വിസിലിൽ വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കണ്ടൂ കേട്ടോ. അപ്പൊ നമ്മുടെ പുഴുക്ക് നന്നായിട്ട് വെന്തു കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ, ജീരകം, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി പുഴുക്കാണ് കേട്ടോ. കണ്ടുവാ, നല്ല ഡ്രൈ ആയിരിക്കണം. പയറും മുതിരയും ചെറുപയറൊന്നും പുറത്തേക്ക് കാണുന്നില്ല. ഇതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണ, നല്ല മില്ലിലത്തെ വെളിച്ചെണ്ണ കേട്ടോ. ഇത്ര മതി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തിളക്കണ ശബ്ദം. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഏകാദശിക്ക് നമുക്ക് ഈ പുഴുക്ക് അടിപൊളിയായിട്ടാണ് കഴിക്കാം. അപ്പോൾ പുഴുക്ക് ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടായിക്കോളൂ കേട്ടോ. വളരെ നല്ലതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ലൊരു ഗോതമ്പ് കൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കാം. ഇത് നമുക്ക് ഭഗവാന് നേദിക്കാനുള്ളതാണ്. ഭഗവാന് നേദിച്ചതിന് ശേഷമേ നമ്മളിത് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഗോതമ്പ് പായസത്തിന്, അതായത് ഗോതമ്പ് കൊണ്ടുള്ള പാൽപ്പായസത്തിന് വേണ്ട ഗോതമ്പ് ഞാൻ നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് ഗോതമ്പാണ് ഞാൻ എടുത്തത് കേട്ടോ. അതായത് ബ്രോക്കൺ വീറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ടിട്ട്
ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5-6 വിസിൽ കൊടുക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്, ഒരു 6 വിസിലാവട്ടെ. ബ്രോക്കൺ വീറ്റിന് അത്യാവശ്യം വേവുണ്ട്. ഗോതമ്പരി നന്നായിട്ട് വെന്തു. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ, മിൽമയുടെ. നന്ദിനിയോ മിൽമയോ നമ്മുടെ പശുവിൻ്റെ പാലോ വീടുകളിലത്തെ എന്ത് വേണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ എന്താ ഉള്ളത് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചാലും കുഴപ്പമില്ല. വളരെ സിമ്പിളല്ലേ അല്ലേ? ഞാനിന്ന് ഏകാദശി ആയ കാരണമാണ് ഗോതമ്പ് പായസം ഉണ്ടാക്കിയേട്ടോ. എനിക്കാണെങ്കിൽ പാൽ പായസമാണ് ഏറെ ഇഷ്ടം ഗോതമ്പ് കൊണ്ട്. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോഴേ ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ വരുള്ളൂ. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ പാല് നന്നായിട്ട് ബോയിലായിട്ടോ, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരെയും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ചിലവർക്ക് നല്ല മധുരം വേണ്ടി വരും, ചിലർക്ക് അധികം മധുരം വേണ്ട അല്ലേ. അപ്പം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത്ര മതി. ഇനി പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുന്തിരിങ്ങ നെയ്യിൽ മൂപ്പിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായി ചതച്ചാൽ മതി കേട്ടോ, അപ്പം അതിൻ്റെ ടേസ്റ്റ് കിട്ടിക്കോളും. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്തിരി വറുത്തിട്ട് കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡിയായി. നമുക്കിത് വാങ്ങി വെക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിന് ശേഷം മുന്തിരി നമുക്ക് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. സ്ക്രാച്ച് വീഴാത്ത വിധത്തിൽ ഇതുകൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം എല്ലാവരും പാൽപ്പായസമൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും. ഭഗവാന് നെയ്തിക്കാന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഏകാദശി എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മുന്തിരി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്തൊരു ഭംഗിയല്ലേ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഗോതമ്പ് പാൽപ്പായസം ഇവിടെ റെഡിയായി. വളരെ സ്വാദിഷ്ടമായ പായസമാണ്. ഭഗവാന് നേദിച്ചതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാം. എല്ലാവർക്കും ഏകാദശി ദിന ആശംസകൾ.